ഓം നമോ ഭഗവതേ വാസുദേവായ. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വിഷ്ണു സഹസ്രനാമത്തിലെ 38ാമത്തെ ശ്ലോകമാണ്. ഈ ശ്ലോകത്തിൽ ഭഗവാന്റെ 346ാമത്തെ നാമം മുതൽ 354ാമത്തെ നാമം വരെയാണ് വിശദീകരിക്കുന്നത്. പത്മനാഭോ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർദിഋദ്ധിഋദ്ധാത്മാ മഹാക്ഷഗരുഡധ്വജഃ. ഈ ശ്ലോകത്തിലെ നാമങ്ങൾ പത്മനാഭ, അരവിന്ദാക്ഷ, പത്മഗർഭ, ശരീരഭൃത്, മഹർദിർ, ഋദ്ധ, വൃദ്ധാത്മാ, മഹാക്ഷ, ഗരുഡധ്വജ എന്നിങ്ങനെ 9 നാമങ്ങളാണ്. ഇതിൽ ആദ്യത്തെ നാമധേയം പത്മനാഭ. പത്മ എന്നാൽ താമര എന്നാണ് അർത്ഥം. നാഭി എന്നാൽ ഭഗവാന്റെ ആ നാഭിയെ കുറിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരത്തണ്ടിലൂടെ ആ ഒരു താമരയിൽ ഇരിക്കുന്ന ബ്രഹ്മാവ്, അതായത് ഭഗവാൻ ആ ഒരു നാഭിയിൽ നിന്നും ആ മനസ്സിന്റെ ഏറ്റവും കേന്ദ്രീകൃതമായ ഒരു സ്ഥലമാണ് നാഭി. അതിൽ ഏതൊരു ചിന്തയുടെയും ആദ്യത്തെ ഒരു ചലനം ഉണ്ടാകുന്നത് അവിടെയാണ്. അതിനാലാണ് നമ്മൾ ഏതെങ്കിലും ഒരു കാര്യത്തിൽ വളരെ വിഷമിച്ചിരിക്കുമ്പോൾ ആദ്യം നമ്മുടെ നാഭിയാണ് ഏറ്റവും കൂടുതൽ അവസ്ഥ ഉണ്ടാകുന്നത്. ആ സമയത്ത് നമുക്ക് നാഭിയിൽ ഏതെങ്കിലും വിചിത്രമായ ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ മനസ്സിലാക്കാം നമ്മുടെ ശരീരമാകെ വല്ലാതെ അങ്ങ് വലയുന്നു എന്ന്. അപ്പോൾ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനമായ ആ നാഭിയിൽ നിന്നും യോഗ ശാസ്ത്ര എന്ന് പറയുന്നത് അവിടെയാണ് പര എന്ന് ഇരിക്കുന്നത്. അതായത് ഓരോ ശരീരത്തിലും ഓരോ ഭാഗത്തിനും അത്രയും ഉപയോഗകരമായ പല പല അവസ്ഥയിലൂടെയാണ് ഭഗവാൻ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത്. അങ്ങനെ നാഭിയിൽ നിന്നും ആ ഒരു സൃഷ്ടിക്ക് വേണ്ടി ബ്രഹ്മാവിനെ ആ ഒരു താമരയിൽ ഇരുത്തിക്കൊണ്ടിരിക്കുന്നതിനാൽ സാക്ഷാൽ മഹാവിഷ്ണുവിന് പത്മനാഭ എന്ന നാമധേയം. പ്രപഞ്ചത്തിന്റെ എല്ലാം ഓരോ ചലനത്തെയും ഏറ്റവും കൂടുതൽ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന സാക്ഷാൽ മഹാവിഷ്ണു അതിനാലാണ് നാഭിയിലൂടെ സൃഷ്ടികർമ്മങ്ങൾ നടത്തുവാൻ വേണ്ടി ഭഗവാൻ ബ്രഹ്മാവിനെ അവിടെയുള്ളത്. ഏതൊരു മനുഷ്യനായാലും മൃഗമായാലും നാഭിയിലൂടെയാണ് ഒരു സൃഷ്ടികർമ്മങ്ങൾ നടക്കുന്നത്. അവിടെയാണ് ഓരോ സൃഷ്ടിയും വളരുന്നത്. അതുപോലെ തന്നെയാണ് നാഭിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. അതിനാൽ ഭഗവാന് പത്മനാഭ എന്ന നാമധേയം. അടുത്ത നാമധേയം അരവിന്ദാക്ഷ എന്നാണ്. അരവിന്ദ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ ഏതിനെയും കുറിക്കുന്നു. അക്ഷി എന്നാൽ കണ്ണുകൾ എന്നർത്ഥം. അപ്പോൾ അരവിന്ദാക്ഷ എന്നാൽ ഏറ്റവും അധികം സുന്ദരമായ കണ്ണുകൾ ആർക്കാണോ ഉള്ളത് അവരെ അരവിന്ദാക്ഷ എന്ന് വിളിക്കുന്നു. അതായത് ഓരോ ദിനത്തിലും സൂര്യോദയ സമയത്തിൽ ആ താമര കണ്ണുകൾ അങ്ങനെ തുറക്കും. അതുപോലെ തന്നെ രാത്രി സമയങ്ങളിൽ സന്ധ്യയാകുമ്പോൾ ആ കണ്ണുകൾ അങ്ങനെ അടയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഒരു തോന്നൽ ഈ പ്രപഞ്ചത്തിന് ഉണ്ടാവുന്നു. അതിനാൽ ആ ഭഗവാന്റെ മനോഹാരിതയും ആ ഒരു രശ്മികളാൽ എല്ലാത്തിനെയും തേജസ്സോടു കൂടി കാണിക്കുന്ന ആ ഒരു ഭക്തന് ഭഗവാൻ അങ്ങനെ വെളിച്ചത്തെ പ്രദാനം ചെയ്യുന്നതിനാൽ ഭഗവാന് ആ കാരുണ്യം നിറഞ്ഞ കണ്ണുകളുള്ളതിനാൽ ഭഗവാന് അരവിന്ദാക്ഷ എന്ന നാമധേയം. അടുത്ത നാമധേയം പത്മഗർഭ. പത്മ എന്നാൽ താമര, ഗർഭ എന്നാൽ എവിടെയാണോ സൃഷ്ടി നടക്കുന്നത് അതിനെ ആ ഒരു സ്ഥലത്തെ ഗർഭ എന്ന് പറയുന്നു. അപ്പോൾ ഭഗവാന്റെ ആ ഒരു ഹൃദയത്തിൽ, ഹൃദയമാകുന്ന താമരയിലാണ് ഓരോരോ സൃഷ്ടിയും നടത്തുന്നത്. ആ ഹൃദയകമലത്തിൽ നിന്നും ഉണ്ടാകുന്ന ഓരോ സൃഷ്ടികളും ഭഗവാന്റെ ആ ഒരു പരമാത്മാവോട് കൂടിയാണ് ജനിക്കുന്നത്. അതിനാൽ ഭഗവാന് പത്മഗർഭ എന്ന നാമധേയം. അടുത്ത നാമധേയം ശരീരഭൃത് എന്നാണ്. ശരീരം എന്നാൽ രൂപം എന്നാണ്. ഭൃത് എന്നാൽ ആ ഒരു ശരീരത്തെ പോഷിപ്പിക്കുവാൻ സഹായിക്കുന്നതാരാണോ അവരെ ശരീരഭൃത് എന്ന് പറയുന്നു.
അതായത് ആ പോഷണം നമുക്ക് ആഹാരം വഴിയും വേണം. അത് മാത്രവുമല്ല, ആ പ്രാണനെയും നമ്മൾ പോഷിപ്പിക്കണം. അതിനു വേണ്ടിയാണ് യോഗാഭ്യാസം അത്യാവശ്യമാണ്. അതുപോലെ തന്നെ പൂർണ്ണമായ നിദ്രയും അത്യാവശ്യമാണ്. അപ്പോൾ ഭഗവാൻ ഏതൊരു രൂപത്തെയും ആ ഒരു മരണം വരെയും എങ്ങനെയാണോ പോഷിപ്പിക്കാൻ സഹായിക്കുന്നത്, അതുപോലെ തന്നെ മരണാന്തരം 48 മണിക്കൂറിന് ശേഷം മാത്രമേ ആ ശരീരത്തിൽ നിന്നും പോഷകങ്ങൾ അത്രയും അങ്ങ് അടിഞ്ഞു കൂടുകയുള്ളൂ. അത്രയും സമയം ആ 48 മണിക്കൂറും ആ ഒരു പരമാനന്ദം, ആ ഒരു പരമാത്മാവ് ആ ശരീരത്തിൽ തന്നെ ഇരിക്കും. ആ ഒരു ആനന്ദവും ഭഗവാന്റെ പരമാനന്ദവും ആ ശരീരത്തിൽ അടിഞ്ഞുകൂടി ഇരിക്കും. ആ 48 മണിക്കൂറും ആ പോഷകങ്ങൾ അതുപോലെ ഇരിക്കും. അതിനാലാണ് ഭഗവാന് ദേഹഹൃത് എന്ന നാമധേയവും ഉണ്ട്. എന്തെന്നാൽ ആ ശരീരത്തെ അത്രയും നേരം കാത്തു സൂക്ഷിക്കുന്നത് ഭഗവാൻ തന്നെയാണ്. അതിനാൽ ഭഗവാന് ശരീരഭൃത് എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാഋദ്. ഋദ്ധ എന്നാൽ ഏറ്റവും കൂടുതൽ സമ്പുഷ്ടമായതിനെ ഋദ്ധ എന്ന് പറയുന്നു. അത് ആരാണോ പ്രദാനം ചെയ്യുന്നത് അവരെ ഋദ്ധി എന്ന് പറയുന്നു. അപ്പോൾ മഹാ എന്നാൽ മഹത്തായത് എന്നർത്ഥം. അപ്പോൾ മഹാഋദ്ധി എന്ന് പറഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണോ ഒരു ശക്തി പ്രദാനം ചെയ്യുന്നത്, ഒരു സമ്പൽ സമൃദ്ധി പ്രദാനം ചെയ്യുന്നത്, ഒരു തേജസ്സിനെ പ്രദാനം ചെയ്യുന്നത്, അതുപോലെ തന്നെ ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യുന്നത്. അതിനാൽ ഭഗവാന് മഹാഋദ്ധി എന്ന നാമധേയം. അടുത്ത നാമധേയം ഋദ്ധ എന്നാണ്. ഋദ്ധ എന്നാൽ ഈ പ്രപഞ്ചം മുഴുവനായിട്ട് പരന്ന് കിടക്കുന്ന ഭഗവാന് ഋദ്ധ എന്ന നാമധേയം. അതായത് ഏതൊരു ചലിക്കുന്നതായാലും ചലിക്കാത്തതായാലും ഏതൊരു വസ്തുവിലും ഭഗവാന്റെ ആ ഒരു സ്പർശനമുണ്ട്. അതിനാൽ ഭഗവാന് ഋദ്ധ എന്ന നാമധേയം. അടുത്ത നാമധേയം വൃദ്ധാത്മാ എന്നാണ്. വൃദ്ധ എന്നാൽ വളരെ പഴമയായതിനെ കുറിക്കുന്നു. ആത്മാ എന്നാൽ പരമാത്മാവിനെ കുറിക്കുന്നു. അപ്പോൾ വൃദ്ധാത്മാ എന്ന് പറഞ്ഞാൽ ഭഗവാൻ എങ്ങനെയാണോ സമയത്തിനും കാലത്തിനും ഒക്കെ മുന്നേ ഇവിടെ ഉള്ളത്, അത്രയും പുരാതനമായ ഭഗവാനെ വൃദ്ധാത്മാ എന്ന നാമധേയം. അത് മാത്രവുമല്ല, കുടിയിരിക്കുന്നതിനേക്കാൾ ഏറ്റവും മുഖ്യമാണ് അത്രയും ജ്ഞാനവും ഭഗവാന് തന്നെയാണുള്ളത്. അതിനാൽ ഏതൊരു സൃഷ്ടി ആരംഭിക്കുമ്പോൾ മുന്നു തന്നെ ഭഗവാൻ ഇവിടെ ഉള്ളതിനാൽ ഭഗവാന് വൃദ്ധാത്മാ എന്ന നാമധേയം. അടുത്ത നാമധേയം മഹാക്ഷ എന്നാണ്. അക്ഷി എന്നാൽ കണ്ണ്, മഹാ എന്നാൽ മഹത്തായത്. അപ്പോൾ മഹാക്ഷ എന്നാൽ ഏറ്റവും മഹത്തായ കണ്ണുകൾ ആർക്കാണോ ഉള്ളത്, ഏതൊരു സ്ഥലത്തും ഏത് സമയത്തും ഏത് വിധത്തിലും നടക്കുന്നതായാലും അത് ഭഗവാൻ കാണുക തന്നെ ചെയ്യും. അത് എങ്ങനെയാണോ നമ്മൾ ഒരു എക്സ്റേയുടെ കൂടെ നമ്മൾ അകത്തിരിക്കുന്നതും കാണാൻ സാധിക്കുന്നതും, അതുപോലെ തന്നെ ഭഗവാന് അകത്തും പുറത്തും മനസ്സിലും ശരീരത്തിലും ചിന്തയിലും പ്രവൃത്തിയിലും എന്തൊക്കെയാണ് നമ്മൾ ആലോചിക്കുന്നത് അത്രയും കാണാൻ സാധ്യമാണ്. അതിനാൽ ആ കണ്ണുകളെ നമ്മൾ ആർക്കാണോ ഉള്ളത് ആ ഒരു മഹത്തായ രൂപത്തിന് മഹാക്ഷ എന്ന നാമധേയം. ഈ ശ്ലോകത്തിലെ അവസാനത്തെ നാമമാണ് ഗരുഡധ്വജ. ഗരുഡ എന്നാൽ ഭഗവാന്റെ വാഹനമാണ്. അതുപോലെ ധ്വജ എന്നാൽ ആ പതാകയെ സൂചിപ്പിക്കുന്നു. അപ്പോൾ ഭഗവാന്റെ പതാക എന്ന് പറയുന്നത് ഭഗവാൻ ഏതൊരു സമയത്തും ഗരുഡാരൂഢനായി ഏതൊരു സമയത്തും ഏതൊരു സ്ഥലത്തും പോകുമ്പോൾ ആ പതാക ഇങ്ങനെ ആ ഒരു ആദ്യം കാണപ്പെടുന്നത് പതാകയാണ്. പതാക ഇങ്ങനെ ആ ഒരു കാറ്റിൽ അലഞ്ഞ് തിരിഞ്ഞിങ്ങനെ ഒഴുകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവും സാക്ഷാൽ മഹാവിഷ്ണു അവിടെ വരുന്നുണ്ട് എന്ന്. ഏതൊരു തിന്മയെയും മാറ്റി മറിക്കുവാൻ ആ പതാകയ്ക്ക് സാധിക്കും. ആ പതാകയുടെ കാറ്റ് കേട്ടാൽ തന്നെ അവിടെയുള്ള എല്ലാ തിന്മകളും മാറി മറിയും. അത് മാത്രവുമല്ല, ഭഗവാൻ ഏറ്റവും പക്ഷികളുടെ രാജാവായ ഗരുഡന്റെ മുകളിലാണ് അങ്ങനെ സഞ്ചരിക്കുന്നത്. അതിനാൽ ഭഗവാന് ഗരുഡധ്വജ എന്ന നാമധേയം. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ട നാമങ്ങൾ പത്മനാഭ, അരവിന്ദാക്ഷ, പത്മഗർഭ, ശരീരവൃത്, മഹർദി, ഋദ്ധ
വൃദ്ധാത്മാ, മഹാക്ഷ, ഗരുഡധ്വജ എന്നീ നാമങ്ങളാണ്. പത്മനാഭ അരവിന്ദാക്ഷ പത്മഗർഭ ശരീരഭൃത് മഹർദിഋദ്ധാത്മാ മഹാക്ഷ ഗരുഡധ്വജ. താങ്ക് യു.